ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആര്യൻ, അക്ബർ, ശരത്ത്, നെവിൻ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ബാ നമുക്ക് കുരുതി കോർണറിൽ പോയിരുന്ന് സംസാരിക്കാം, ഇതൊരു കുരുതി കോർണറാണ്. പക്ഷേ സാബുചേട്ടൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന സമയത്ത് സാബുചേട്ടൻ ഇതൊരു കുരുതി കോർണറാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയെന്ന് ശരത്ത് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായെന്ന് ആര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ നെഗറ്റീവായി കാണല്ലേ. നമ്മൾ പല ഫൈറ്റുകൾ ചെയ്യുമ്പോഴും നമ്മളതൊരു നെഗറ്റീവിന് വേണ്ടി ചെയ്യുമ്പോൾ അത് പോസിറ്റീവായി മാറുന്നുണ്ട്. ഷാനവാസ് അത് കേട്ട് ചിരിച്ചതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതെന്ന് ശരത്ത് പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ശരിക്കും സാബുചേട്ടൻ അക്ബറിനെ ക്രിയേറ്റ് ചെയ്തത് ഒരു നല്ല ഗ്യാങ്ങിൻ്റെ ലീഡറായിട്ടാണ്. എന്നാലും നീ പറഞ്ഞ ആ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു ശരത്ത് അക്ബറിനോട് പറയുന്നുണ്ട്. ഞാൻ ആരുടെ അടുത്തേക്ക് പോയതല്ല, എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ട് വന്നപ്പോൾ അതൊരു ഗ്യാങ്ങായി മാറി. പിന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് ആരെയും വിശ്വാസമില്ലാത്തത് കൊണ്ട് ഇനി അങ്ങനെ ഒരു ഗ്യാങ് എനിക്ക് ഉണ്ടാക്കണ്ടെന്ന് നീ പറഞ്ഞു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും പ്രാർത്ഥിക്കുകയായിരുന്നു, നെവിനും ലാലേട്ടൻ പറയുകയും ചെയ്തു അക്ബറിൻ്റെ കൂടിയവരെല്ലാം പുറത്ത് പോയല്ലോ എന്ന്. അപ്പം നെവിൻ്റെ ആ ഒരു എവിക്ഷൻ്റെ സമയത്ത് ആ നെവിന് പോവോ എന്ന് ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നെവിൻ തിരിച്ചു വരാൻ. ഇവിടെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു, നിങ്ങളിനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. പലരും എന്നെ പറഞ്ഞത് എന്താ ജിസേലിൻ്റെ പാവാടയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിച്ചു കൊടുത്തു, ജിസേലിൻ്റെ പാവാട തന്നെയാണെന്ന്. പറയുന്നവർ അവിടെ പറയട്ടെ, അവരാരും ഈ ടോപ്പ് 5 ഫൈനലിസ്റ്റൊന്നും ആയിട്ടില്ലല്ലോ എന്ന് നെവിനും പറയുന്നുണ്ട്. അത് തന്നെ എന്താണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു, പുറത്തെ കാര്യങ്ങളൊന്നും ഇനി ഇവിടെ പറയാനും പാടില്ല എന്ന്. എന്താണെങ്കിലും ആര്യന് കുറച്ച് ബോധമൊക്കെ വന്നിട്ടുണ്ട് പുറത്തു പോയതിന് ശേഷം.